നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ആരെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന കലാശ പോരാട്ടത്തിനുള്ള കഠിന പരിശീലനത്തിലാണ് സ്പെയിനും അർജന്റീനയും. തുടർച്ചയായ രണ്ടാം കിരീടമാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം. നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനാകട്ടെ 2010 ശേഷമുള്ള ലോകകപ്പ് മോഹങ്ങളിലേക്ക് പന്ത് തട്ടാൻ ഒരുങ്ങുന്നത്. ഫിഫ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് 3-ാം സ്ഥാനം. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസിനെ 4-6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് 3-ാം സ്ഥാനം സ്വന്തമാക്കിയത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കാണുന്നതിനായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് അവധി നൽകാൻ നിർദ്ദേശം നൽകിയത്. സ്കൂളുകളും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണമുണ്ടായിരിക്കില്ല. തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കാനാണ് നീക്കം. ചേലക്കര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് മാറ്റി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് കിഴക്കേ കുറുമല 16-ാം വാർഡ് മെമ്പർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കരട് വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. തളിക്കുളം തമ്പാൻകടവിൽ കടലിൽ കൂട്ടുകാരോടൊത്ത് കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം വാലിപ്പറമ്പിൽ സലീമിന്റെ മകൻ നാദിർഷയാണ് മരിച്ചത്. ഒല്ലൂർ PR പടിയിൽ ബൈക്കിന് പിറകിൽ സ്വകാര്യ ബസ്സടിച്ച് ബൈക്ക് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ഒല്ലൂർ ചീരപ്പറമ്പിൽ വീട്ടിൽ രാധയ്ക്കാണ് പരിക്കേറ്റത്. കാട്ടൂർ വാതികുട മഹാദേവ ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ഗജപതി ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആനയൂട്ടിന് 3 ഗജവീരന്മാർ അണിനിരന്നു. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ ടെസി റോണിയുടെ വരളുന്ന ഹൃദയഭൂമിക എന്ന കവിതാ സമാഹാരത്തിന്റെ ആസ്വാദന ചർച്ച വടക്കാഞ്ചേരിയിൽ നടന്നു. ചലച്ചിത്ര സംവിധായകൻ റഷീദ് പാറക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ കോളേജിൽ ലോക്വിത സേതു ഇനീഷ്യേറ്റീവ് സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 9-ാം വാർഡ് വയോജന ക്ലബിന്റെ വാർഷികം വെള്ളിക്കുളങ്ങര ദാറുൽ ഉലൂം മദ്രസ ഹാളിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ സാമൂഹ്യനീതി വകുപ്പ് മോഡൽ സ്വയംപ്രഭ ഹോമിലെത്തുന്ന മുതിർന്ന പൌരന്മാർക്കായി ആര്യമ്പാടം ലയൺസ് ക്ലബ്ബ് ഔഷധ കഞ്ഞി കിറ്റ് നൽകി. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങാവ് ധനുധരി കുമ്മാട്ടി സമിതിയുടെ 14-ാം കുമ്മാട്ടി മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് പ്രകാശനം നിർവഹിച്ചു. കാഞ്ചി മഠാധിപതി വിജയേന്ദ്ര സരസ്വതി സ്വാമികൾ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കേരള ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ പൂങ്കുന്നം സെന്ററിൽ നിന്ന് സ്വാമികളെ നാദസ്വരം, താലം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. പുല്ലഴി മൈത്രി ആർട്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക കഞ്ഞിയും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ഡോക്ടർ ഭഗവതി അമ്മാൾ ഔഷധക്കഞ്ഞി വിതരണം നിർവഹിച്ചു. പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എൽത്തുരുത്ത് ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങ് രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. എൽത്തുരുത്ത് ഡിവിഷൻ പ്രസിഡന്റ് K. ജയകുമാർ അധ്യക്ഷനായിരുന്നു. തീരമേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കുറുനരികളുടെ എണ്ണം വർദ്ധിക്കുന്നത് നാട്ടുകാരിൽ ആശങ്ക ഉയർത്തുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വനംവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ. കൊടകര പഞ്ചായത്തിലെ കാവുന്തറ, കാവിൽപ്പാടം, പറപ്പുക്കര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്ന് എന്നിവിടങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും പന്നികൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ചാലക്കുടി MLA ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടപ്പാക്കുന്ന ചിറക് പദ്ധതി ഉദ്ഘാടനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു.
കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്കും വിദ്യാലയങ്ങൾക്കും മന്ത്രി OJ ജനീഷ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചലച്ചിത്ര നടൻ ആസിഫ് അലി പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് അധ്യക്ഷനായി. ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റ് അവാർഡ് ജേതാക്കളെയും ആദരിച്ചു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA പ്രതിഭാ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തോളൂർ സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൺസാമയുടെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികനായി. CPM ചന്ദ്രാപിന്നി ഹൈസ്കൂൾ ബ്രാഞ്ച്, രാമൻകുളം ബ്രാഞ്ച് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. KCB കൂനമൂച്ചി സെക്ഷന്റെയും കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റത്ത് നടന്ന വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. 20ഓളം ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ KP വത്സലന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വാർഷിക എൻഡോമെന്റ് വിതരണം ചെറുകഥാകൃത്ത് അശോകൻ ചെരുവിൽ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.